ആ കാര്യം സംസാരിക്കാൻ തന്നെ ഞാൻ വന്നത്. എന്നെ അമ്മയും ധിക്കരിച്ച് നീ ഇന്ന് ജയിലിൽ പോയി. അയാളെ കാണരുതെന്ന് പല പ്രാവശ്യം വിലക്കിയിട്ടുള്ളതല്ലേ? എന്നിട്ടും വിലക്കുണ്ടെന്നറിഞ്ഞിട്ടും ആ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചതിലധികം പ്രയോജനവും കിട്ടി. ഞാനിപ്പോ എവിടെ എത്തി നിൽക്കുന്നു ബോധ്യപ്പെടുത്തിയത് ചെറിയച്ഛന്. സ്നേഹിച്ചവരൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞപ്പോ അരുതാത്തത് പലതും മനസ്സിൽ തോന്നി. കുഞ്ഞിനെയും കൊന്ന് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോന്ന് പോലും ആലോചിച്ചു ഞാൻ. പക്ഷെ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എനിക്ക് പറഞ്ഞു തന്നത് ചെറിയച്ഛന്. ഒക്കെയും ഒരു നിയോഗമാണ്. ആലോചിച്ച് നോക്കിയപ്പോ അക്ഷരം പ്രതി ശരിയാ. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. ഒന്നും വെട്ടിപ്പിടിക്കാനല്ല, ഇപ്പൊ ഞാൻ മാത്രമുള്ള എന്റെ കുഞ്ഞിന് വേണ്ടി. കൊള്ളാം. ചെറിയച്ഛന് ഉപദേശിക്കുന്ന വേദാന്ത അസലായിട്ടുണ്ട്. സ്വന്തം ചോരയിൽ പറഞ്ഞതിനെ ഒഴിവാക്കിയിട്ട് മറ്റൊന്നിനെ വളർത്തിയെടുക്കാനുള്ള നിയോഗം. എനിക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. പൊരുത്തപ്പെടാൻ കഴിയാത്തതായി മറ്റു പലതും ഉണ്ടായിട്ടില്ല ശശിയേട്ടാ നമ്മുടെ ജീവിതത്തിൽ. പരസ്പരം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത്. പല കാര്യങ്ങളും എത്രയോ വട്ടം ആലോചിച്ച് തീരുമാനത്തിലെത്തിയിട്ടാ നമ്മൾ ഒന്നായത്. എന്നിട്ടിപ്പോഴോ ഒരു മുറിയില് തികച്ചും അന്യരെ പോലെ നമ്മൾ ഇരിക്കുന്നില്ലേ? അതാരുടെ കുറ്റം കൊണ്ടാ? കണക്ക് നോക്കിയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആയുസ് 2 വർഷം മാത്രം. അതിനാരെയാ പഴിക്കേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ ശശിയേട്ടൻ? കുറ്റപ്പെടുത്തിയതല്ല ഞാൻ. നിന്നെ ഒഴിവാക്കി ശശിക്ക് ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞത് പാലിക്കാൻ പറ്റിയോ ശശിയേട്ടന്? ശശിയേട്ടൻ ആർക്കു വേണ്ടിയാ ഇപ്പൊ ജീവിക്കുന്നത്? വ്യക്തമായ ഉത്തരം തരാൻ കഴിയൂ? അതാ ഞാൻ പറഞ്ഞത്. സ്വന്തം ഒന്ന് കരുതിയതെല്ലാം കൈവിട്ടു പോയിട്ടും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മറ്റെന്തൊക്കെയാണ്. ശശിയേട്ടൻ അതൊക്കെ വൈകാതെ മനസ്സിലായിക്കോളും. ശശിയേട്ടന്റെ ജീവിതത്തിൽ ചിലപ്പോ ഞാനൊരു നിമിത്തം മാത്രമായിരിക്കും, മറ്റെന്തിലോ കടന്നു കയറാനുള്ളൊരു നിമിത്തം. ഒരുപക്ഷെ അങ്ങനെ പിരിയാനായിരിക്കും നമ്മുടെ വിധി. ശശിയേട്ടാ, വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. നമുക്കിടയിൽ പിന്നെ എന്തിനാ ഒരാകലം? എന്ത് ന്യായീകരണം വേണമെങ്കിലും കണ്ടെത്താം, കുറ്റപ്പെടുത്താം. ഞാൻ അനുഭവിക്കുന്ന വേദന അതാർക്കും മനസ്സിലാവില്ല. നീ പറഞ്ഞില്ലേ ഞാൻ നാടകം കളിച്ചു. ശരിയാ, പക്ഷെ എന്തിനു വേണ്ടി നാടകം കളിച്ചു? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പണ്ട് പറഞ്ഞു തന്നെയാ ഇപ്പോഴും മനസ്സിലുള്ളത്. നിന്നെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എനിക്ക്. പക്ഷെ ഒന്ന് മാത്രം എനിക്കറിയാം, എവിടെയോ പഴച്ചു പോയിരിക്കുന്ന എനിക്ക്. ചിന്തിക്കുന്നൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. അതിൻ്റെയൊക്കെ ഫലം മൂന്നാമതൊരു രൂപത്തിൽ. തെറ്റേതാ ശരിയേതാന്ന് ഒന്നും ഉറപ്പിക്കാൻ കഴിയുന്നില്ല എനിക്ക്. നീ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇതും മറ്റെന്തിലേക്കുള്ള പോക്കായിരിക്കും. ഇത്തരം കുഴപ്പങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതൊക്കെ മുൻകൂട്ടി കാണാനും പരിഹരിക്കാനുള്ള ശ്രമമാണ് ആദ്യം വേണ്ടത്. ശശിയേട്ടന് അതിനുള്ള ബുദ്ധിശക്തിയൊക്കെയുണ്ട്. പക്ഷെ അമ്മ പേടിച്ച് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, അത്രയുള്ളൂ. അമ്മയ്ക്ക് ജീവിച്ച് കൊതിതീരാത്തത് നമ്മുടെ കുറ്റമാണോ? അതിനുവേണ്ടി നമ്മുടെ ജീവിതം ബലി കൊടുക്കണോ? അവരുടെ ജീവിതം പകുതിയിലധികവും കഴിഞ്ഞു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയായി. നമ്മള് ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കേണ്ടത് ശശിയേട്ടനാണ്. മാർഗം സത്യമുള്ളതാണെങ്കിൽ വിജയം നമുക്ക് തന്നെയാവും. എന്താന്ന് വെച്ചാൽ ആലോചിക്കാം.
പ്രൊമോഷനായി, കൂടെ ട്രാൻസ്ഫറും ഇല്ലേ? ശ്യാമ എന്ത് തീരുമാനിച്ചു? ഏറ്റെടുക്കുന്നുണ്ടോ? കാരണം ഉയർന്ന ഉദ്യോഗം, കൂടുതൽ ശമ്പളം, ഏതൊരു ഉദ്യോഗസ്ഥയും ആഗ്രഹിക്കുന്ന അവസരം. പിന്നെ നീ എന്താ ഇല്ലാന്ന്? അന്യ സ്ഥലമല്ലേ, ഒറ്റയ്ക്ക്, അതും ചെറിയൊരു കുട്ടിയും കൊണ്ട്. വേണ്ട ശശിയേട്ടാ, തൽക്കാലം ഞാനത് മറക്കുന്നു. വരട്ടെ, പ്രമോഷൻ ഇനിയും കിട്ടുമല്ലോ. പിന്നെ ആലോചിച്ചപ്പോ ജീവിതത്തിലൊരു സ്ഥാനക്കയറ്റം കിട്ടാത്തവൾക്ക് തൊഴിലിലെ സ്ഥാനക്കയറ്റം പാകമാകില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടില്ല. ശശിയേട്ടന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാവാന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞു. തെറ്റാവോ? ഇത് നിന്റെ പേഴ്സണൽ കാര്യ. ആലോചിക്കുക, തീരുമാനമെടുക്കുക. ഇതായിരുന്നു മറുപടിയെങ്കിൽ ചോദിക്കാതിരിക്കാമായിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ചെടുത്തിരുന്നു. ഇന്നിപ്പോ ശ്യാമ ഒരുപാട് വളർന്നു. തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്കെടുക്കാം. ആരോടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ലേശം പരിഹാസത്തിന്റെ മണം ഉണ്ടല്ലോ അതിന്. സാരമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ശശിയേട്ടൻ പറഞ്ഞത് ഈ അവസ്ഥയിൽ ശരിയാ. ഒരുപക്ഷെ ചോദിച്ചു വാങ്ങുമായിരുന്നു ഒരു ട്രാൻസ്ഫർ. ഇവിടിപ്പോ അതിന് പറ്റില്ലല്ലോ. കടമകൾ ഒരുപാടുണ്ടല്ലോ എനിക്ക്. പോകണ്ട എന്ന തീരുമാനം ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തതെങ്കിലും എല്ലാവരും അത് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചോട്ടെ. ചേച്ചി, 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 ചേച്ചി. എന്തിനാടാ ഇവിടെ കിടന്ന് തൊള്ളകീർന്നേ? ദൈവം നമ്മളെ കൈവിടില്ല ചേച്ചി. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. അമ്മയ്ക്ക് കാണണമെന്ന് കുട്ടിമാമ പറഞ്ഞു. നിന്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ആയെന്നറിഞ്ഞു, അതും പ്രമോഷനോടുകൂടി. നേരാണോ? ഉവ്വ്. അമ്മ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു. ഇവിടെ സംഭവിക്കുന്നതൊക്കെ അറിയാൻ അമ്മയ്ക്ക് ഒരുപാട് വഴികളുണ്ട്. ദേ, മുറിയടച്ച് അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി. വിവരങ്ങളൊക്കെ അപ്പപ്പ കിട്ടിക്കോളും. എലഞ്ഞിക്കരയിലേക്കാ മാറ്റമല്ലേ? അതെ. പോയി വരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. സാരമില്ല, അവിടെ അടുത്തൊരു വീട് നോക്കണം. എന്നാ അവളങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ അവൾക്ക് ഈ ട്രാൻസ്ഫറിൽ താല്പര്യമില്ലെന്നാ പറയുന്നത്. കാരണം? അല്ല, ഇത്രയും ദൂര സ്ഥലത്തേക്കാവുമ്പോൾ, അതും കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക്, ഒരുപാട് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് തൽക്കാലം ട്രാൻസ്ഫറും പ്രമോഷനൊന്നും വേണ്ടെന്നാ അവളുടെ അഭിപ്രായം. അഭിപ്രായമല്ലേ ഉള്ളൂ. അത് സാരമില്ല. തീരുമാനം നിന്റേതായിരിക്കണം. അവള് ട്രാൻസ്ഫർ സ്വീകരിക്കണം.
എന്താ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ജോലിക്കാര്യത്തിൽ അങ്ങനെയുള്ള കഷ്ടപ്പാടൊക്കെ വന്നുന്നിരിക്കും. എന്നുവെച്ച് അർഹതയുള്ള ഉദ്യോഗക്കയറ്റം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കുറച്ചു നാളത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചാലും അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുമല്ലോ. എന്നുവെച്ച് ഇത് തന്നെ വേണമെന്നുണ്ടമ്മേ? ആ കുഞ്ഞിനെ കൊണ്ട് പരിചയമില്ലാത്ത സ്ഥലത്ത്. ഇത് കേട്ടിട്ട് അവളെക്കാൾ പേടി നിനക്കാണെന്ന് തോന്നുന്നു. ഇലഞ്ഞിക്കര എന്ന് പറയുന്ന സ്ഥലം വിദേശത്തൊന്നും അല്ലടാ. നിന്റെ ഭാര്യയുടെ അത്ര തന്റേടമില്ലാത്ത പെണ്ണുങ്ങൾ പോലും മറുനാട്ടിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നു. ദേ, ഇനി ഈ കാര്യത്തിൽ മറുത്തൊന്നും ആലോചിക്കണ്ട. പ്രമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ വേണ്ടെന്ന് വെക്കുന്നത് നന്നല്ല. ജീവിക്കണ്ടേ? പിന്നെ വല്ലവന്റെ ആണെങ്കിലും ഒരു കുഞ്ഞിനെയും പോറ്റണമല്ലോ. അമ്മയുടെ പണപ്പെട്ടി സ്വപ്നം കണ്ട് ആരും അതിന് കുളിരണ്ട. എന്നാ പോകുന്നെന്ന് വെച്ചാൽ തീയതി നേരത്തെ എന്നെ അറിയിക്കണം. വീടെടുക്കാനോ മറ്റ് അത്യാവശ്യങ്ങൾക്കോ വേണമെങ്കിൽ 5 or 10 ഞാനും സഹായിക്കാം. തൽക്കാലം ഇതൊന്നും അവളോട് പറയാൻ പോകണ്ട. ശശിയേട്ടൻ നല്ല ടെൻഷനിലാണല്ലോ. എന്തുപറ്റി? ഓഫീസിലെ കാര്യം ആലോചിച്ചാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ പൊറുതികേട് ഓഫീസുമായി ബന്ധമുള്ളതല്ല, ശരിയല്ലേ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എന്തിനായി ടെൻഷനെന്ന്? ഭർത്താവിന്റെ സന്തോഷം മാത്രമല്ല ഭാര്യ ഷെയർ ചെയ്യേണ്ടത്. സങ്കടങ്ങളും ടെൻഷനും ഒക്കെ പങ്കുവെക്കാനുള്ളതല്ലേ. പ്രശ്നങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ ഇവിടെ ഇപ്പം അതൊന്നുമില്ല. കാരണം നമ്മൾ അത്രത്തോളം അകന്നു കഴിഞ്ഞു. വിശേഷങ്ങൾ പങ്കുവെച്ച് തീരാൻ സമയം തികയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. മാതൃകാ ദമ്പതികളെന്ന് അസൂയയോടെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ. ഇന്നിപ്പോ തമ്മിലൊന്ന് സംസാരിക്കണമെങ്കിൽ ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നു. അടുക്കണമെന്ന് മനസ്സാഗ്രഹിക്കുമ്പോൾ അകലാൻ ആരും നിർബന്ധിക്കും പോലെ, അല്ലേ ശശിയേട്ടാ? നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ മാറിപ്പോയത്? നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ഈശ്വരന് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും, അല്ലേ? എന്താ അമ്മയുടെ പുതിയ ആവശ്യം? നിന്റെ പ്രമോഷന്റെ കാര്യം അമ്മ അറിഞ്ഞു. അത് വേണ്ടെന്ന് വെക്കുന്നതിനോട് അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. പോണം തന്നെ അമ്മ പറയുന്നത്. പറഞ്ഞതിൽ ചിലതൊക്കെ ഞാനും കേട്ടു. ബാക്കി ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഈ പ്രമോഷൻ സ്വീകരിച്ചാൽ നേട്ടം അമ്മയ്ക്ക് തന്നെയാവും. ഇപ്പോ ഈ വീട്ടിൽ നിന്ന് മാറാനേ അമ്മ പറയുന്നുള്ളൂ. സമ്മതിച്ചു. പക്ഷെ നാളെ ഒരിക്കൽ ശശിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അമ്മ നിർബന്ധിച്ചാൽ അതിനും തയ്യാറാവൂ? എന്ത് തീരുമാനിച്ചു? ഈ സ്ഥലം മാറ്റത്തിന് സമ്മതിക്കണോ ഞാൻ? ശശിയേട്ടൻ പറഞ്ഞാൽ സന്തോഷത്തോടെ ഞാൻ ഈ പ്രൊമോഷൻ സ്വീകരിക്കും. ഞാനിവിടെ ആവശ്യമില്ലാന്ന് തോന്നുന്നെങ്കിൽ മറുത്തൊരക്ഷരം പറയാതെ ഞാൻ പൊയ്ക്കോളാം. പറ, എന്താ വേണ്ടത്? ഞാൻ ട്രാൻസ്ഫർ സ്വീകരിക്കണോ അതോ വേണ്ടെന്ന് വെക്കണോ? പോകണം.
ഇതിലിത്ര ആലോചിക്കാനും അനുവാദം ചോദിക്കാനും എന്താ ഉള്ളത്? പുറംനാട്ടിലല്ലല്ലോ പോകുന്നത്. ഇനി അങ്ങോട്ട് ജീവിക്കാൻ പണം ധാരാളം വേണം. വളർത്തുന്നത് പെൺകുഞ്ഞിനെയല്ലേ, ഇപ്പോഴേ കരുതി വെക്കുന്നത് നല്ലതാ. ഉദ്യോഗ കയറ്റത്തിന് ആഗ്രഹിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉള്ളത് വേണ്ടെന്ന് വെച്ച് ഇവിടെ തന്നെ കറങ്ങുന്നത് എന്തിനാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ദൈവമായിട്ട് കൊണ്ടുവന്ന ഭാഗ്യം നീയായിട്ട് നിഷേധിക്കരുത്. ഈ സ്ഥലം മാറ്റം അംഗീകരിക്കും, പോകും. എന്താ, ശശിക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല.